ഹേ ഗൈസ്, അപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ സാറ്റർഡേ ഒന്നും ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ സാറ്റർഡേ. ഫ്രൈഡേ ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ അമ്മയുടെ കൂടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറ്റർഡേ ഞാൻ സ്കൂളിൽ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നോട്ട്സ് എനിക്ക് എഴുതാനുണ്ടായിരുന്നു. അന്ന് കുറേ എഴുതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു, പിന്നെ ഹോംവർക്കിൻ്റെ സബ്മിഷൻ ഉണ്ടായിരുന്നു. സൺഡേ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ എന്തായാലും ടീച്ചേഴ്സ് കുറേ ഹോംവർക്ക്സ് കാര്യങ്ങളൊക്കെ തരുമല്ലോ, അങ്ങനെ അതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഇരുന്ന് എഴുതി തീർക്കാൻ നോക്കുകയാണ്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് മിക്കതും റെക്കോർഡ് പോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഫോണിലാണ് മിക്ക നോട്ട്സും എൻ്റെ വരുന്നത്. ലൈക്ക് ഹോംവർക്ക് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലൈക്ക് ഷൂട്ട് ചെയ്യേണ്ടത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഉണ്ടാവേണ്ടായിരുന്നു. വീഡിയോക്ക് ലെങ്ത് കുറച്ചും കൂടെ കൂടേണ്ടതാണ്. ഈ പ്രാവശ്യം ലെങ്ത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലത് സെറ്റാക്കാം. പിന്നെ ഞാൻ ഒരു ചലഞ്ച് പോലെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 30 ഡേയ്സ് ചലഞ്ച്. 30 ഡേയ്സ് എന്താ കൺസിസ്റ്റൻ്റ് ആയിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ 30 ഡേയ്സ് ഓഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നാളെ ആയിരിക്കും ചലഞ്ചിൻ്റെ ലൈക്ക് ഡേ 1. നാളത്തെ ഒരു ദിവസം ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. എൻ്റെ മിക്ക ഡേ ഇൻ മൈ ലൈഫും ലൈക്ക് 10 മിനിറ്റ്സിൻ്റെ മേളിൽ പോകാറില്ല. പക്ഷെ നാളെ ഞാൻ നോക്കാം, എനിക്ക് എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ ചെയ്യാം. എനിക്ക് ഒന്നാതെ കാല് വയ്യ, ആ ഒരു സീനൊക്കെ ആയിട്ടിരിക്കുകയാണ്. എൻ്റെ കാലൊന്നും മടങ്ങിയിട്ടുണ്ടായിരുന്നു സ്കൂൾ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനും ലൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും ദിവസം എൻ്റെ നോട്ട് എഴുതൽ പരിപാടി തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നോട്ട് എഴുതിയ ഒരു വഴിക്കായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ആകെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് സ്റ്റഡീസിൽ സെൽഫ് സ്റ്റഡി വൈസ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് എക്കണോമിക്സിൽ ചാപ്റ്റർ 1 ആണ്. അതും എനിക്ക് സ്കൂളിൽ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കംപ്ലീറ്റ് ആക്കിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം ലൈക്ക് പഠിക്കാനും നോട്ട് കംപ്ലീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യില്ല, അതാണ് മെയിൻ ടാസ്ക്. അതൊരുന്നും ഇങ്ങോട്ട് ചെയ്ത് തീർത്തു. അതിപ്പോൾ എനിക്ക് പിന്നെ നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനില്ല. എൻ്റെ നോട്ട്സ് മിക്കത് തന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിലാണ്, അവർക്ക് കൊടുത്തേക്കാണ് കംപ്ലീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പം നോട്ട്സൊക്കെ അങ്ങനെ പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ടെക്സ്റ്റ് നോക്കി പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇനി നാളെ തൊട്ട് നമുക്ക് എന്തായാലും 30 ഡേയ്സ് ചലഞ്ചും കൂടെ എൻ്റെ മെയിലുള്ളതുകൊണ്ട് തന്നെ അതെനിക്ക് ചെയ്യണം. പിന്നെ ആ ചലഞ്ചിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മിക്കത് ഞാൻ നാളെ പറയാം. എന്നാലും അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ചലഞ്ചിൽ എനിക്ക് ലൈക്ക് ഒരു 3 hours ഓഫ് ഡെയിലി സ്റ്റഡി കമ്പൽസറി ആണ്. സെൽഫ് സ്റ്റഡി മാത്രം ഒരു 3 hours എന്തായാലും വേണം. അത് ഹോംവർക്കോ അതൊന്നുമില്ല, നോട്ട് എഴുതലൊന്നും അല്ല 3 hours നടക്കേണ്ടത്. സ്റ്റഡി മാത്രം, പഠിത്തം മാത്രം ഒരു 3 മണിക്കൂറെങ്കിലും ഒരു ദിവസം വേണം. അതാണ് ഈ ചലഞ്ച് എന്തായാലും എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഞാൻ ഇങ്ങനെ ടൈമൊന്നും നോക്കിയിട്ട് പഠിക്കുന്ന ഒരാളല്ല. എനിക്ക് പഠിക്കാൻ തോന്നുവാണെങ്കിൽ പഠിക്കും. കാരണം അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആ ഒരു മൈൻഡാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. പക്ഷെ അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ചലഞ്ചിലൂടെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങളും ഈ ഒരു ചലഞ്ച് എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നും കൂടെ പറയുക. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും നിങ്ങളുടെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതായാലും ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.